ഹായ് നമസ്കാരം, ഞാൻ നിങ്ങളുടെ ഐശ്വര്യ. ഞാൻ ബിഗ് ബോസ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ചു. ഇന്നലെ നമ്മൾ സംസാരിച്ച് നിർത്തിയെടുത്ത് നിന്ന് തന്നെ തുടങ്ങാം. എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. നമ്മുടെ രേണു സുധി വന്ന് കയറി ബിഗ് ബോസിനകത്ത് കയറിയപ്പോൾ നിങ്ങൾ കണ്ടോ? സുചേട്ടാ ഞാൻ വന്നു സുചേട്ടാന്ന്. അല്ല, എനിക്കൊരു സംശയം, സുധിച്ചേട്ടൻ ബിഗ് ബോസിലേക്കായിരുന്നു പോയിരുന്നത്. പോട്ടെ, ചിലപ്പോൾ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു, അതിന് യാതൊരു മാറ്റവുമില്ല. ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആരാണ്? അനീഷാണ്. ശരിക്കും ഗെയിം കളിക്കുന്നത് അനീഷാണ്. പക്ഷേ ആ ഗെയിം അനീഷിന്റെ കയ്യിൽ നിന്ന് പോവുകയാണ്. കണ്ടിടത്തോളം അനീഷിന്റെ കയ്യിൽ നിന്ന് ഗെയിം പോവുകയാണ്. അനീഷ് കണ്ടന്റ് ഉണ്ടാക്കി, അനീഷ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയും അവിടെ സൈലന്റ് ആവുകയും ചെയ്യുകയാണ്. അത് നമ്മുടെ ആര്യന് മലയാളം വായിക്കാൻ അറിയില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തപ്പി വായിക്കുന്നുണ്ടോ, ഇപ്പൊ മലയാളം അറിയാത്ത ആളുടെയാണോ ബിഗ് ബോസിൽ കൊണ്ടുവരുന്നേ എന്ന് ചോദിച്ചിട്ട് അനീഷ് സംസാരിക്കാൻ തുടങ്ങി. ഓക്കെ, കണ്ടന്റ് കൊള്ളാം, അനീഷിന് സംസാരിക്കാനും പറ്റും. പക്ഷേ ആ അനീഷ് കൊടുത്ത സ്പേസിൽ ആര്യം കയറി ഗോളടിക്കുകയാണ് ചെയ്തത്. ആര്യം വന്ന് നൈസായിട്ട് സോറി ചേട്ടാ, എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയില്ല, കുറച്ചേ അറിയുള്ളൂ, അല്ലെ വായിക്കാൻ കുറച്ചേ അറിയുള്ളൂ എന്ന് പറയുന്നിടത്ത് ഈ അനീഷ് ഒന്നും മിണ്ടാതിരിക്കുക, ഒരക്ഷരം മിണ്ടാതെ അനീഷ് അവിടെ ഇരിക്കുകയാണ്. അപ്പം അനീഷ് കൊടുത്ത സ്പേസിൽ കയറി കളിക്കുന്ന മറ്റുള്ളവരാണ്. അവിടെ അപ്പാനി ആയിക്കോട്ടെ, ബാക്കി എല്ലാവരും കയറി കളിക്കുന്നുണ്ട്. അവരൊക്കെ ആര് കൊടുത്ത സ്പേസിൽ? അനീഷ് കൊടുത്ത സ്പേസിൽ കയറി കളിക്കുകയാണ്. ആൾക്കാരുടെ മൈൻഡിലേക്ക് അനീഷിനെ കുറിച്ച് ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാകുകയും ചെയ്യും. അതൊരു ഏറ്റവും കൊച്ചൊരു കുട്ടി വന്നിട്ടുണ്ട്, അവള് മിടിക്കുകയാണ്, മെറിന ഫാത്തിമ. അവൾ സമ്മതിക്കാതെ വയ്യേറി ബാന്തുന്നുണ്ട്. അനീഷിന്റെ അടുത്ത് നിന്നിട്ട് ചോദിക്കുക, ചേട്ടാ ഇതെന്താണ്, ചേട്ടന്റെ ഗെയിമാണോ? ചേട്ടന്റെ ഗെയിം ഇങ്ങനെയാണല്ലേ ചേട്ടാ, ഇതാണോ ചേട്ടൻ? ഇതൊന്നല്ല, അനീഷ് ഒറ്റപ്പെട്ട് കളിക്കുക എന്നുള്ളതാണ് അനീഷ് ചിന്തിക്കുന്നത്. അതായത് എല്ലാവരിൽ നിന്നും വെറുക്കപ്പെട്ടവനായിട്ട് നിന്ന് കളിക്കുക, അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു എന്താണ് പറയുന്നത്, ഇഷ്ടം ഉണ്ടാക്കിയെടുക്കുക. അതിനു വേണ്ടിയുള്ള ഗെയിമാണ്. ആര് കളിച്ച ഗെയിം? രജിത് സാർ കളിച്ച ഗെയിം. എന്റെ പൊന്നു മോനെ അനീഷ, രജിത് സാർ അങ്ങനെ കളിച്ചപ്പോൾ അതിന്റെ ഇപ്പുറത്ത് വേറൊരു ഗെയിം കൂടെ അങ്ങേര് കളിച്ചിരുന്നു. അങ്ങേരോട് ഒരാള് സോറി ചോദിക്കുകയാണെങ്കിൽ അങ്ങേര് അവിടെ പോട്ടെ മോനെ, ശരി ഓക്കെ പറഞ്ഞ് അവരെ സ്നേഹത്തോടെ പറഞ്ഞു വിടുന്നുണ്ട്. അവിടെയാണ് ജനങ്ങൾക്കിടയിൽ രജിത് സാർ മനസ്സിൽ കയറിയത്. ഇത് കത്തിച്ചു വിട്ടിട്ട് പടക്കത്തിന് തിരി കൊളുത്തിയിട്ട് അനീഷ് അങ്ങ് പോവാണ്. പിന്നെ അനീഷിന്റെ പുറകിൽ എത്ര കിടന്ന് ചോദിച്ചിട്ടും അനീഷിന് ഒരു മറുപടിയില്ല, അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയാനില്ല. അനീഷ് വാ തുറന്ന് സംസാരിച്ചാൽ ഇയാൾ പിടിച്ചു നിൽക്കും, അല്ലെങ്കിൽ ആദ്യത്തെ ആഴ്ച തന്നെ പുറത്താകാനും സാധ്യതയില്ല. പക്ഷേ ഗെയിം പഠിച്ചിട്ട് തന്നെയാണ് അനീഷ് വന്നിരിക്കുന്നത്. അപ്പൊ അനീഷ് ഒന്ന് മനസ്സിലാക്കുക, അനീഷ് ഇറങ്ങുന്ന ഗെയിം വെച്ച് കളിക്കുന്നത് മറ്റുള്ള മത്സരാർത്ഥികളാണ്. അവരും ഗെയിം പഠിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആദ്യമേ എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് സുചേട്ടാ ഞാൻ വന്ന് സുചേട്ടാ, എനിക്ക് സഹിക്കാൻ പറ്റില്ല.